പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ BSNL ബാഡ്മിന്റൺ ടൂർണമെന്റ് ഇരിഞ്ഞാലക്കുടയിൽ ആരംഭിച്ചു. LIC ഏജന്റ്സ് ഇരിഞ്ഞാലക്കുട ബ്രാഞ്ച് സമ്മേളനം ആരംഭിച്ചു. സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്നത് കോടതിയെ ലക്ഷ്യമെന്ന് KPMS. വാർത്തകൾ വിശദമായി. 10ാമത് ദേശീയ BSNL ബാഡ്മിന്റൺ ടൂർണമെന്റ് ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. ടൂർണമെന്റിന് മുന്നോടിയായി BSNL ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വിളംബര ജാഥ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. തുടർന്ന് കേരള സർക്കിൾ CGM പ്രേമചന്ദ്രൻ പതാക ഉയർത്തി. ഉദ്ഘാടന ചടങ്ങിൽ തൃശൂർ PGMT ഡോക്ടർ തോമസ് ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. മുൻ അന്താരാഷ്ട്ര ബാഡ്മിന്റൺ കളിക്കാരൻ ജസീൽ P ഇസ്മായിൽ മുഖ്യാതിഥിയായിരുന്നു. G മത്തായി, ജോർജ് T, VP ശിവദാസ മേനോൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 200-ലധികം പേർ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗസ്റ്റ് 12-ന് ടൂർണമെന്റ് സമാപിക്കും. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ ഇരിഞ്ഞാലക്കുട ബ്രാഞ്ച് കൗൺസിൽ സമ്മേളനം ആരംഭിച്ചു. ഇരിഞ്ഞാലക്കുട PWD ഗസ്റ്റ് ഹൗസിൽ നടന്ന സമ്മേളനത്തിൽ ഉദ്ഘാടനം CPIM ഇരിഞ്ഞാലക്കുട ഏരിയ സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ട് നിർവഹിച്ചു. സംഘടനാ പ്രസിഡന്റ് PK രത്നാകരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റെപ്പായി അമ്പൂക്കൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. A സജീവൻ, VP ശശിധരൻ, KK സുനിൽകുമാർ, KS ശ്രീജിൽ, E ബാലകൃഷ്ണൻ, സുമതി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കേരള പുലയർ മഹാസഭയുടെ പേരിൽ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്നത് കോടതിയെ ലക്ഷ്യമാകുമെന്ന് KPMS തൃശൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. KPMSന്റെ ജനറൽ സെക്രട്ടറിയായിരുന്ന പുന്നല ശ്രീകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന V ശ്രീധരൻ, സംഘടനാ സെക്രട്ടറിയായിരുന്ന KK പുരുഷോത്തമൻ എന്നിവരെ അഴിമതി ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരവരുടെ പദവിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. എന്നാൽ സംഘടനയുടെ ഈ തീരുമാനം അംഗീകരിക്കാതെ ഇവർ സംസ്ഥാന വ്യാപകമായി സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാരോപിച്ച് KPMSന്റെ സംസ്ഥാന നേതൃത്വം തിരുവനന്തപുരം 1ാം ക്ലാസ് അഡീഷണൽ മുനിസിപ്പൽ കോടതിയിൽ സമർപ്പിച്ച കേസിൽ കോടതി KPMS എന്ന പേരോ ലെറ്റർ പാഡോ സീലുകളോ രജിസ്റ്ററുകളോ പതാകകളോ സമാന്തര പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച് നിരോധിച്ചുകൊണ്ട് വിധി വന്നുവെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ എതിർ കക്ഷികൾ വിധി പകർപ്പ് കിട്ടുന്നതുവരെ വിധി നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്ന് കോടതിയോട് അപേക്ഷിച്ചിരുന്നുവെന്നും വിധിയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ആഗസ്റ്റ് 5-ന് കിട്ടിയതോടെ കോടതി വിധി പ്രാബല്യത്തിൽ വരുന്നുവെന്നും പത്രസമ്മേളനത്തിൽ ഇവർ അറിയിച്ചു. KPMSന്റെ പേരിൽ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇനി മുതൽ കോടതിയെ ലക്ഷ്യത്തിന് ഇടയാക്കുമെന്നും ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് CA ശിവൻ, ജില്ലാ സെക്രട്ടറി VP മുരളി, സംസ്ഥാന കമ്മിറ്റി അംഗം KV ശിവൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.